السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായി ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകളെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 107-ാമത്തെ അധ്യായം അഥവാ സൂറത്തുൽ മാഊൻ, അതാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. ഈ കൊച്ചു സൂറത്ത് എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു സൂറത്താണ് എന്നെനിക്കറിയാം. സൂറത്തു മാഊൻ എന്നാണ് ഇതിൻ്റെ പേര്. മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കയിൽ അവതരിച്ച ഒരു സൂറത്താണ്. 7 ആയത്തുകളാണ് അതിലുള്ളത്. 7 ആയത്തുകളും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മതത്തിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ പരലോക ജീവിതത്തെക്കുറിച്ചും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം ഈ കാര്യങ്ങളെയൊക്കെ വ്യാജമാക്കുന്ന, തള്ളിക്കളയുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ലക്ഷണങ്ങളാണ് ഈ കൊച്ചു സൂറത്തിൽ വിശദീകരിക്കുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ നിഷേധിക്കുന്ന, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? അത് പറഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായി അവരുടെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. ഫദാലിക, അത് മതത്തെ കളവാക്കുക, മതത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലദീ യദുഉൽ യതീം, അത് ഒന്നാമതായും അനാഥക്കുട്ടിയെ തള്ളിവിടലാണ്. അനാഥയെ നിരാകരിക്കലും അനാഥയോട് മോശമായി പെരുമാറലും അവർക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കലുമെല്ലാം ഈ ഗണത്തിൽപ്പെടുന്ന കാര്യമാണ്. യതീമിനെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിഫലാർഹമാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുള്ളത് അനവ കാഫിലുൽ യതീമി ഹാക്കദ, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞുകൊണ്ട് തൻ്റെ 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാക്കദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് റസൂലുള്ള സഹാബികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട്. അത്രമാത്രം
പ്രതിഫലാർഹമായ ഒന്നാണ് യതീമിനെ സംരക്ഷിക്കുക എന്നത്. യതീമിനെ അവഗണിക്കുക എന്നത് മതത്തെ തള്ളിപ്പറയുന്നതിൽപ്പെട്ടതാണ്. മതത്തിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവരുടെ ലക്ഷണമാണ് അനാഥയായിട്ടുള്ളവരോട് നമ്മൾ കാണിക്കുന്ന അനീതി എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടു കൂടി മാത്രം കാണുന്ന ഒരു സംഗതിയാണിത്. യതീമിന് കൊടുക്കേണ്ട പരിഗണന, യതീമുകളോട് കാണിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ മതത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാം ഉച്ചരിക്കുന്ന നമ്മുടെ കലിമ സാക്ഷ്യവചനങ്ങളുടെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് യതീമുകളെ സംരക്ഷിക്കുക എന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ മതത്തെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ, മതത്തെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിധികളെയും അതിൻ്റെ നിയമങ്ങളെയും അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് യതീമിനെ അവഗണിക്കലാണ് എന്ന് പറയുന്നത്. ചേർന്നുകൊണ്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പ്രേരിപ്പിക്കുക. ആരെ? അനാഥകൾക്ക്, അതേപോലെ തന്നെ അഗതികളെ ആയിട്ടുള്ള ആളുകളെ, പാവപ്പെട്ടവനെ അവർക്ക് ഭക്ഷണത്തിന് പ്രേരിപ്പിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത. എന്നാൽ മതത്തെ കളവാക്കുന്നവൻ, മതത്തെ നിഷേധിക്കുന്നവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ കുറിച്ച് അവൻ ശ്രദ്ധിക്കുകയില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവൻ ശ്രദ്ധിക്കുകയില്ല. നമ്മൾ മുഷ്ടാനം ഭക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ സാഹചര്യം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. തൊട്ടടുത്തുള്ളവന്റെ സ്ഥിതിഗതികൾ എന്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. നമ്മൾ എന്തുമാത്രം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ സന്ദർഭത്തിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരാൾക്ക് തൻ്റെ അയൽവാസിയെക്കുറിച്ച് ഒറ്റനോട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം വലിയ വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി, വലിയ വലിയ ഗേറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവനെ കുറിച്ച് മനസ്സിലാക്കുവാനോ അവിടത്തെ വിഷയങ്ങൾ പഠിക്കുവാനോ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി എന്നതാണ്. നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഏറെ അനുകൂലമാകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സഹജീവികളെ കുറിച്ചോ നമ്മുടെ തൊട്ട് കിടക്കുന്ന നമ്മുടെ അയൽവാസിയെക്കുറിച്ചോ ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള സമയം പോലും നമ്മൾക്കില്ല എന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിൻ്റെ ഒരു വൃത്തമുണ്ട്, ഒരു സർക്കിളുണ്ട്. നമ്മൾ അവരെ കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ നിന്ന് പുറത്താ. ഏതൊരു മുസ്ലിമിൻ്റെയും, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിക്ഷിപ്തമാണ് താൻ തന്നെക്കുറിച്ച് തന്നെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തൻ്റെ അയൽപ്പക്കത്തെക്കുറിച്ച്, താൻ ഉൾക്കൊള്ളുന്ന തൻ്റെ ദേശത്ത് പ്രയാസപ്പെടുന്ന മിസ്കീനുകളായ ആളുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് അത് മതം നിഷ്കർഷിക്കുന്ന സംഗതിയാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാകണം. അങ്ങനെ ഈ ഒരു വിഷമം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നവനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവൻ മതത്തെ കളവാക്കിയവനാണ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് പറയുന്ന ആയത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടതാ. നമ്മൾ നമസ്കരിക്കുന്നു, 5 വക്ത് നമ്മൾ നമസ്കരിക്കുന്നവരാ. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ടോ
അതല്ലെങ്കിൽ അതുപോലെയുള്ള ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടോ മാത്രം അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടൂല. കാരണം നമ്മുടെ ഉത്തരവാദിത്വം അത്രയും വലുതാണ്. നമ്മുടെ ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളുമായി നമ്മൾ നേരിടേണ്ടത്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനും എൻ്റെ വീടും എന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ചുരുങ്ങി. ആ അവസ്ഥ ഒട്ടും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അപ്പോ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഊനിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 വചനങ്ങൾ, ഒന്ന് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് മതത്തെ കളവാക്കിയവൻ എന്ന് വിശദീകരിക്കുകയാണ്. അതിലൊന്ന്, അവൻ യതീമിനെ അവഗണിക്കുന്നവനാണ്. ഫദാലികല്ലദീ യദുഉൽ യതീം, യതീമായിട്ടുള്ള അനാഥയായിട്ടുള്ളവർക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കണം. നമ്മുടെ ദേശത്ത് അനാഥകൾ ഉണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ നമ്മുടെ ബാധ്യതയാണ് എന്നാണ് ഈ ഖുർആന്റെ വചനം പറയുന്നത്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മതനിഷേധിയാണ്, നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ ധിക്കരിക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിസ്കീനുകളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. സാമ്പത്തികമായി, ശാരീരികമായി, അവരുടെ വിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് കഴിയുമെങ്കിൽ നമ്മുടെ ദേശത്തുള്ള അത്തരം കഷ്ടപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി അതിനനുസരിച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് ഒരു മഹല്ല് സംവിധാനം ഉണ്ടാകുമ്പോ ഒരു ദേശത്ത് അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നമസ്കാരം നമ്മൾക്ക് ഫലം ചെയ്യൂ, നമ്മുടെ മറ്റ് ആരാധനാകർമ്മങ്ങൾ നമുക്ക് ഗുണം ചെയ്യൂ. അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ കൃത്യമായി തൻ്റെ ഇടത്തോടുകൂടി നിന്ന് ഉത്തരം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. തുറന്നുകൊണ്ട് പറയുന്ന ഒരായത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ നിർബന്ധമായും 5 നേരത്തെ ഫർദ് നമസ്കാരം നിർവഹിക്കൽ അവന് നിർബന്ധമാണ്. ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ സമയം നിർണയിക്കപ്പെട്ട സമയബന്ധിതമായ ഒരു കാര്യമാണ്. അപ്പോ ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അസ്വലാ, നമസ്കാരമാണ്. അത്രമാത്രം അസ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം വളരെയധികം നമ്മുടെ നമസ്കാരത്തിൽ വീഴ്ചകൾ വരുന്നുണ്ടോ, നമ്മുടെ നമസ്കാരത്തിൽ പോരായ്മകൾ വരുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഇബ്ലീസ് നമ്മുടെ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മെ ഇടങ്ങേറാക്കുകയും നമ്മുടെ യഥാർത്ഥ ചിന്തയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ കഠിന പരിശ്രമം നടത്തുമെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫവൈലുൻ, നാശം, വെയില്, ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് എന്ന് ഖുർആൻ പറയുന്നത്. നമസ്കരിക്കുന്നവർക്കും നാശം. എന്നിട്ട് വിശദീകരിക്കുന്നത് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ നമ്മൾ നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന, അതിനിടയിൽ നമ്മൾ ചെയ്യുന്ന റുകൂഉകൾ, സുജൂദുകൾ, അതേപോലെ തന്നെ ഇഅ്തിദാലുകൾ, ഇതൊക്കെയും വളരെ കൃത്യമായി നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ്. അവിടെ നമ്മൾ തികച്ചും നമ്മുടെ ശ്രദ്ധ
അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ചിന്തയോടുകൂടി നിന്ന് നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. കാരണം അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ് എന്ന് ഖുർആൻ പറയുന്നു. അതാണ് അല്ലദീനഹും. എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നവർക്ക് നാശം, അവർക്ക് പ്രശ്നമാണ് എന്ന് പറയാൻ കാരണം? അല്ലദീനഹും, അവര് അൻ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് സാഹൂൻ, അവർ അശ്രദ്ധരാണ്. ആർക്കോ വേണ്ടി നമസ്കരിക്കുന്ന ഒരു ഇടപാട്, അല്ലെങ്കിൽ ഒരു ബാധ്യത, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു ബാധ്യത, അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലൊന്നുമല്ല. അങ്ങനെ നിസ്കരിക്കുന്ന ഒരു നമസ്കാരം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി നമസ്കാരക്കാർക്ക് നാശം എന്തുകൊണ്ടാണ് എന്ന് ഖുർആൻ പറയുന്നു. അല്ലദീനഹും യുറാഊൻ, ആളുകളെ കാണിക്കുന്നതിനു വേണ്ടിയോ റിയാഇനു വേണ്ടിയോ ഞാൻ ഒരു നമസ്കാരക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന ഒരു കാട്ടിക്കൂട്ടലുകൾ എന്നതിനപ്പുറം അള്ളാഹുവിന് വേണ്ടി അതിലൂടെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കണം നമ്മൾ ചെയ്യുന്ന നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ നമസ്കാരം തികച്ചും അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ശ്രദ്ധയോടുകൂടിയാവണം, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാവണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അല്ലാതെ ഓരോ ശ്രദ്ധയുമില്ലാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ ഇബാദത്ത് അതാർക്കും ആരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ല. അതിന്റെ പേരിൽ എനിക്ക് ആളുകളുടെ അടുത്ത് നിന്ന് ഒരു സപ്പോർട്ട് കിട്ടേണ്ടി ഒരാവശ്യം അതിന്റെ പേരിൽ ഇല്ല. അതുകൊണ്ട് റിയാഇന് വേണ്ടി നമ്മൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചാൽ അവർക്ക് നാശമാണ് എന്ന് ഖുർആൻ പറയുന്നു. ആ 7-ാമത്തെ സൂക്തം പറയുന്നത് മതത്തെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ഇതുകൂടി അതിൽ ഉൾപ്പെടുമെന്നതാ. ഈ അധ്യായത്തിന്റെ പേര് മാഊൻ എന്നാണ്, പരോപകാരം എന്നാണ്. പരോപകാരം പരസ്പരം തടയുന്ന ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരാൾക്ക് നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഒരു ഉപകരണം ആവശ്യമുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. അത് ഏറ്റവും ചെറിയ കൈക്കോട്ടാകട്ടെ, അതുപോലെയുള്ള കത്തിയാകട്ടെ, എന്ത് സാധനമാണെങ്കിലും അത് നമ്മുടെ ഒരു അയൽപ്പക്കക്കാരൻ വന്ന് ചോദിച്ചാൽ പരോപകാരം ചെയ്യണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. എന്നാൽ പരോപകാരത്തെ തടയുക എന്നത് മതത്തെ കളവാക്കുന്നതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതൊന്നും അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നമ്മൾ ഒരു മുസ്ലിം കൃത്യമായും അവൻ എപ്പോഴും തനിക്ക് വേണ്ടി മാത്രം ഈ ഒരു ഒരു സ്വാർത്ഥമായ ചിന്ത എന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. വിശ്വാസി എപ്പോഴും മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. തൻ്റെ സഹോദരങ്ങൾ എങ്ങനെയാണ് അവരെ പോലെ ആകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല നടപടിക്രമങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ കൂടി വരണമെന്ന നല്ല ചിന്തയോടുകൂടിയാകണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതത്തിന്റെ സർക്കിളിൽ നിന്ന് പുറത്തു പോകാൻ പരോപകാരം തടഞ്ഞാൽ മതി, യതീമിനെ അവഗണിച്ചാൽ മതി, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ, നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളിൽ അശ്രദ്ധയുണ്ടായാൽ, അതേപോലെ തന്നെ റിയാഅ് വന്നാൽ നമ്മൾ മതത്തിന്റെ സർക്കിളിൽ നിന്ന് പുറത്തു പോകും. അതാണ് സൂറത്തു മാഊൻ എന്ന അധ്യായത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ആയത്ത്, ഈ സൂറത്ത് ഓതുമ്പോ ഇതിന്റെ 7 ആയത്തുകളെ കുറിച്ചുമുള്ള അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുപോവോ? എന്നിട്ട് പറയുന്നത് അവർ ആരാണ്? അല്ലദീ യദുഉൽ യതീം, അവർ യതീമുകളെ തടയുന്നവരാണ്, യതീമുകൾക്ക് പരിഗണന കൊടുക്കാത്തവരാണ് എന്ന് പറയുന്നു. ഫദാലിക്കല്ലദീ യദുഉൽ യതീം. രണ്ടാമതായി വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിന് പ്രേരിപ്പിക്കാത്തവനാണ് മതത്തെ കളവാക്കുന്നവൻ.
പിന്നെ പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമുണ്ട്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. വല്ലദീനഹും യുറാഊൻ, അല്ലദീനഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടി, റിയാഇനു വേണ്ടി, പൊങ്ങച്ചത്തിനു വേണ്ടിയാണ് അവർ ഈ കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ അശ്രദ്ധമായിട്ടോ ഒക്കെ നമ്മൾ നിർവഹിച്ചാൽ. അതേപോലെ പരോപകാര വസ്തുക്കൾ ഒരാൾക്കും നിഷേധിക്കാൻ പാടില്ല, അത് തടയാൻ പാടില്ല. നമ്മളെ കൊണ്ട് പരമാവധി മറ്റുള്ളവർക്ക് ഉപകാരമാണ് ഉണ്ടാകേണ്ടത്. ഇനി ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത് എന്ന ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശമുണ്ട്. അതെങ്കിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ, നമ്മുടെ ബാധ്യതകളെ കുറിച്ച് മറക്കാതെ ഓർമ്മയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന, പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു തആല അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.